ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 13ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്ക് മുൻപ് പൈശാചിക ആവാസമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഏതാനും ദിവസങ്ങൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ ഒരു ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ ചെയ്യുന്ന പ്രാർത്ഥന എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് ഈ വ്യക്തിയിൽ വെളിപ്പെട്ട തിന്മയുടെ ഒരു വിട്ടുമാറുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള വ്യക്തികൾ പല പല വിശുദ്ധരുടെ പേരുകൾ പറഞ്ഞ് പല പ്രാർത്ഥന മാറി മാറി ഉപയോഗിച്ച് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ശ്രദ്ധിക്കുകയാണ് ഈ ആവാസമുള്ള വ്യക്തിയെ. അപ്പോൾ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ പേര് ഈ ശുശ്രൂഷകർ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈ ആവാസമുള്ള യുവതിയിൽ പെട്ടെന്ന് ഞടുക്കമുണ്ടാകുന്നത് ശ്രദ്ധിച്ചു. അതൊരു സൂചനയായിട്ട് ഞാൻ എടുത്തു. എന്ന് വെച്ചാൽ അപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന തിന്മയുടെ അരുവിയെ ബഹിഷ്കരിക്കാൻ ഇറക്കി വിടാനായിട്ട് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മാധ്യം സഹായിക്കുമെന്ന്. അപ്പോൾ ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എനിക്ക് ബെനഡിക്റ്റിനെ കുറിച്ച് അധികം അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പേരറിയാം, ചിത്രങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട്, അതിനപ്പുറം ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ചിന്തിച്ചു എങ്ങനെയാണ് ബെനഡിക്റ്റിൻ്റെ മാധ്യസ്ഥം കുറേ കൂടി എടുക്കാൻ സാധിക്കുക. അങ്ങനെ ഞാൻ അവർക്കൊപ്പം പ്രാർത്ഥനയായിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നു, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ആത്മീയപിതാവായിരുന്ന കുരിശുമല ആശ്രമത്തിലെ മരിയദാസച്ചൻ എൻ്റെ കഴുത്തിലുള്ള കൊന്തയിൽ ഒരു മെഡൽ ഇട്ട് തന്നിരുന്നു. അത് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മെഡലാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ എനിക്ക് വന്നത്. അത് ഇട്ട് തന്നതല്ല, ഞാനത് ഉപയോഗിച്ചിട്ട് വെറുതെ ഓർത്തിട്ടൊന്നുമില്ല. അച്ഛൻ ഇട്ടത് ഞാൻ സ്വീകരിച്ചതേ ഉള്ളൂ. വിശുദ്ധ വന്നപ്പോൾ ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കൈകൊണ്ട് അവർ ഒരു കൈ പിടിച്ചിട്ട് മറ്റു ചുറ്റി വിരിക്കുകയാണ്. ഞാൻ എൻ്റെ വലത് കൈ കൊണ്ട് എൻ്റെ കാസക്കിൻ്റെ ഈ ഒരു ബട്ടൺസ് ഇവിടുന്ന് ഊരിയിട്ട് ഈ കൊന്ത പുറത്തേക്ക് എടുക്കാൻ നോക്കുകയാണ്. കാരണം കൊന്തയിൽ ആ മെഡൽ കിടപ്പെടുന്നതിൻ്റെ ഓർമ്മയിരിക്കുന്നത്. ഞാനിത് എടുക്കാനായിട്ട് ഇങ്ങനെ പരിശ്രമിക്കുന്ന പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ യുവതി ആവാസത്തിൽ ബഹളം വെച്ചായിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ കൈ വിടുവിച്ചിട്ട് ശക്തമായിട്ട് എൻ്റെ കൈക്കിട്ട് തട്ടി അരിശത്തോടു കൂടെ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൊന്തയിൽ കഴുത്തി കിടക്കുന്നത് ബെനഡിക്റ്റിൻ്റെ മെഡൽ തന്നെയാണ്. അത് എനിക്ക് ബോധ്യമില്ലെങ്കിലും ഈ വ്യക്തിയിൽ വെളിപ്പെട്ടിരിക്കുന്ന തിന്മയുടെ അരുവിക്ക് ബോധ്യമാണ്. പിന്നെ ഒട്ടും പഠിച്ചില്ല. ഞാൻ ഈ മെഡൽ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന കൊന്തയിൽ അതേപടി തന്നെ പുറത്തേക്ക് എടുത്തിട്ട് അതിങ്ങനെ എവിടെ നേർക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് കൊണ്ടുവന്ന് അവിടെ നെറ്റിയിലേക്ക് കൊണ്ടുവന്ന് തുടുവിക്കുമ്പോഴേക്കും അവിടെ ഇങ്ങനെ വല്ലാണ്ട് പൊളഞ്ഞ് ബഹളം വെച്ച് കാറ് നിസ്സഹായപ്പെടുകയാണ്. തീക്കുള്ളി കൊണ്ട് ഒരു വ്യക്തിയെ കുത്തിയാൽ എങ്ങനെയാണ് അതുപോലത്തെ ഒരു അനുഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബെനഡിക്റ്റ് മെഡലിൽ ഇത്ര ഒരു ആത്മീയ പവറുണ്ടോ എന്ന് തിരിച്ചറിയുന്നത്. അന്ന് മെഡൽ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിച്ച് അവളെ അതുകൊണ്ട് സ്പർശിച്ചും ആ അരുവി അന്ന് പുറത്തിറങ്ങിപ്പോയി. പിന്നീട് ആ മെഡലിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് ആ മെഡലിൽ ഒളിച്ചേർന്നിരിക്കുന്ന ഈ ബഹിഷ്കരണ ശക്തിയെക്കുറിച്ചൊരു ബോധ്യം കിട്ടിയത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറയുകയുണ്ടായി, ബഹിഷ്കരണ മേഖലയിൽ അപേക്ഷാ രൂപത്തിലും ആജ്ഞാ രൂപത്തിലുമുള്ള പ്രാർത്ഥനകൾ ഉണ്ടായി എന്ന്. ബെനഡിക്റ്റിൻ്റെ ഈ മെഡല് നമുക്കറിയാം, വിശുദ്ധ ബെനഡിക്റ്റ് പൈശാചിക ശക്തികളുടെ പ്രത്യേകമായ കൃപ ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ യുവത്വത്തിൽ 3 വർഷക്കാലം ഒരു ഗുഹയിൽ ഏതാണ്ട് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ദൈവം നൽകി പ്രത്യേകമായ കൃപയാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിലൂടെയുള്ള കൃപ സ്വീകരിച്ച വ്യക്തികളും സഭയുടെ അംഗീകാരത്തോടുകൂടി രൂപം കൊടുത്ത പ്രത്യേക മെഡലാണ് ബെനഡിക്റ്റ് മെഡൽ. സെന്റ് ബെനഡിക്റ്റിന്റെ മെഡൽ വെച്ചുകൊണ്ടുള്ള ക്രൂശ് രൂപങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്. ഈ മെഡലിന്റെ പ്രത്യേകത, ഈ മെഡലിൽ ഈ അപേക്ഷാ രൂപത്തിലും ആജ്ഞാ രൂപത്തിലുമുള്ള ഈ ബഹിഷ്കരണ പ്രാർത്ഥനകൾ ആലേഖനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ മെഡലിന്റെ ഒരു വശത്ത് വിശുദ്ധ ബെനഡിക്റ്റിന്റെ രൂപവും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ലിഖിതങ്ങളാണ്. അതിൻ്റെ മറുവശത്ത് ഒരു കുരിശടയാളം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആ കുരിശിൻ്റെ നെടിയ കുറിയ കൈകളിലായിട്ട് ചില അക്ഷരങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന കാണാം. അതുപോലെ തന്നെ മെഡലിന് ചുറ്റും വട്ടത്തിലുമായിട്ട് കൊടുത്തിരിക്കുന്ന കാണാം. ആ അക്ഷരങ്ങളിലൂടെ അപേക്ഷാ രൂപത്തിലും ആജ്ഞാ രൂപത്തിലും പ്രാർത്ഥനകൾ ഓടിച്ചേർത്തിരിക്കുന്നത്. നെടിയ തണ്ടില്, കുരിശിന്റെ നെടിയ തണ്ടില് CSSML എന്ന് കൊടുത്തിരിക്കുന്നത് ക്രൂസ് സാക്രാസിത് മീഹി ലൂക്സ്, വിശുദ്ധ കുരിശ് എനിക്ക് സംരക്ഷണമായിരിക്കട്ടെ, എൻ്റെ പ്രകാശമായിരിക്കട്ടെ, തണലായിരിക്കട്ടെ എന്നുള്ള അപേക്ഷയാണ്. കുറിയ തണ്ടില് NDSMD എന്ന അക്ഷരങ്ങളാണ്. അത് നുംക്വാം ദ്രാക്കോസിത് മീഹി ദൂക്സ്,
പൈശാചിക സർപ്പം, ഡ്രാഗൺ, ലെറ്റ് നോട്ട് ദ ഡ്രാഗൺ ബി മൈ ഗൈഡ്. സർപ്പം എന്നെ നയിക്കാതിരിക്കട്ടെ, എന്നെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ, വഴിതെറ്റിക്കാതിരിക്കട്ടെ അപേക്ഷയാണ്. മെഡലിന്റെ സൈഡിലൂടെ ചുറ്റിയുള്ള വളയത്തിന് കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനകൾ VRS എന്ന് കാണാം. വാദേ റെത്രോ സാത്താന, സാത്താന നീ എന്നെ വിട്ട് പുറകോട്ട് പോകും. കസ്ര പെരുപ്പേര് വെച്ച് ഈശോ പത്രോസിനെ ശാസിക്കുന്ന, സാത്താനെ നീ എന്നെ മുൻപിൽ നിന്ന് പോ, അതിന്റെ പിന്നിലേക്ക് പോ. വാദേ റെത്രോ സാത്താന. തുടർന്ന് NSMV നുംകുവ സുവാദെ മേഹി വാന, നീ എൻ്റെ പക്കം ശബ്ദിക്കരുത്. ഈശോ പലപ്പോഴും പറഞ്ഞ് കാണാം, ശബ്ദിക്കരുത്, അവനെ വിട്ട് പുറത്തു പോവുക, ശബ്ദിക്കരുത്, മിണ്ടിപ്പോകരുത്. ഡു നോട്ട് സജസ്റ്റ് മി യുവർ വാനിറ്റീസ്, നിന്റെ നുണകളൊന്നും എൻ്റെ പക്കം നീ ഓതണ്ട. സുന്ത് മാലാക്വൽ ലീബാസ് SMQL, നീ പറയുന്ന മുഴുവനും വിഷമാണ്. ഇപ്സെ വെനേനെ ബീബാസ് IVB, നിന്റെ വിഷം നീ തന്നെ കുടിക്കുക. അപ്പോൾ ആ മെഡലിൻ്റെ നടുവിലുള്ള കുരിശടയാളത്തിൽ നെടിയ കുറിയ കൈകളിലായിട്ട് അപേക്ഷാ രൂപത്തിലുള്ള പ്രാർത്ഥനകളും ആ മെഡലിന് ചുറ്റോടി ചുറ്റും അരികേറുന്ന വലയത്തിലായിട്ട് ആജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥനകൾ ഉൾച്ചേർത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വീണ്ടും സമാധാനം, പാച്ച് എന്നും പിതാവായ മെഡലിന്റെ വിശുദ്ധ കുരിശെന്നും ഭാഷകൾ ചേർത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഈ മെഡൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുരിശിലൂടെ ഈശോ നേടിയ രക്ഷയുടെ കരുത്ത് വിശുദ്ധ ബെനഡിക്റ്റിൽ വെച്ച് പ്രത്യേകമായ കൃപ ഇദ്ദേഹം അനുഭവിച്ചിരുന്നത് അപേക്ഷാ രൂപത്തിലും ആജ്ഞാരൂപത്തിലുമുള്ള ബഹിഷ്ഠ പ്രാർത്ഥന നമുക്ക് കിട്ടുകയാണ്. ഇതൊരു മാജിക്കൽ രീതിയിൽ ഉപയോഗിക്കേണ്ട മെഡലല്ല എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം. ഈശോ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ആവശ്യപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ എടുക്കണം. ദൈവരായി സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പം അനുദപിച്ച് നമ്മുടെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സാത്താനെ അവൻ്റെ ആഡംബരങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായി ഈശോയുടെ വചനം വിശ്വസിച്ച് ഈശോ രക്ഷകർത്താവുമായി സ്വീകരിക്കാൻ തയ്യാറായിട്ട് ആഗ്രഹിച്ചു വരുന്ന വ്യക്തികൾക്ക് അങ്ങനെയുള്ള അനുതാപത്തിൻ്റെ വിശ്വാസം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കരുത്തോടെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആത്മീയ ആയുധമാണ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നാമത്തിലുള്ള മെഡലും ആ മെഡൽ പതിച്ചതായ ക്രൂശ രൂപങ്ങളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.